കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സിൻ്റെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് നമുക്കൊരു തിയറം നോക്കാം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ ഫൈനൈറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് 0 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. A set with exactly one vector is linearly independent if and only if that vector is not 0. A set with exactly two vectors is linearly independent if and only if neither vector is a scalar multiple of the other. Okay. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തത് പറയുന്നത് ഒരു വെക്റ്റർ മാത്രമുള്ള ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എപ്പോൾ ആ വെക്റ്റർ നോൺ സീറോ ആകുമ്പോൾ. ഓക്കെ. അതായത് ഒരു സിംഗിൾട്ടൺ സെറ്റ് ഉണ്ട്, ആ സിംഗിൾട്ടൺ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ആ സെറ്റിലെ ആ സിംഗിൾ എലമെൻറ്റ് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ. ദെൻ എ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്റ്റേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെയ്തർ വെക്റ്റർ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. അതായത് ഒരു സെറ്റ് ഉണ്ട്, അതിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. ആ 2 എലമെൻറ്റ്സിൻ്റെ ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ ഫൈനൈറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ 0 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് നമ്മളെ കയ്യിലൊരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്, അത് 0 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. നമുക്ക് നോക്കാം. നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് എന്താ നമ്മളെ കയ്യിൽ വേണ്ടത്? ഒരു ഫൈനൈറ്റ് സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ 0, അതായത് 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് S = V1 V2 etc VR, 0. അതായത് ഇതിലൊരു R+1 എലമെൻറ്റ്സ് ഉണ്ട്, ഫൈനൈറ്റ് സെറ്റാണ്, അത് 0 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. എങ്ങനെയാണ് നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്? എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് A1 V1 plus A2 V2 plus etc up to AN VN equal to 0. ഈ വെക്റ്റർ ഇക്വേഷന് നമുക്ക് എന്താണ് അതിൻ്റെ കോഎഫിഷ്യൻസ് എപ്പോഴും 0 ആയിരിക്കണം. A1 = 0, A2 = 0 etc AN = 0. ഇതാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ V1 V2 etc VN എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനേക്കാളും വേറൊരു രീതിയിലും കൂടി ഡെഫിനേഷൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, അതായത് 0യുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം. 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് V1 V2 etc VR എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് തന്നിട്ട് ഈ സെറ്റിലെ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് 0യുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് കംപ്ലീറ്റ് 0 ആയിരിക്കണം. അങ്ങനെയും പറയാം ആ ഡെഫിനേഷന്. അതായത് V1 V2, അപ്പോൾ ഞാൻ 0യുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാണ്. A1 V1 പ്ലസ് ഈ യൂസിങ് ദീസ് വെക്ടേഴ്സ് കേട്ടോ, A2 V2 പ്ലസ് എക്സെട്ര അപ് ടു AN VN ഈക്വൽ ടു 0. 0 എന്ന എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതി. ലീനിയർ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? A1 = 0 വരും, A2 = 0 വരും, എക്സെട്ര AN = 0 വരും. അതായത് ഈ കോഎഫിഷ്യൻസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. 0 × V1 പ്ലസ് 0 × V2 പ്ലസ് എക്സെട്ര അപ് ടു 0 × VN അങ്ങനെയാണ് വരിക. അത് മാത്രമാണ് 0യുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു വെക്റ്ററെങ്കിലും നോൺ സീറോ ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ. അത് ലീനിയറിൽ, അതായത് ഇവിടെ A1 = 0, A2 = 0 നമ്മൾ പറയുകയാണ് A3 ≠ 0 ആൻഡ് A4 ≠ 0. എന്നിട്ടും നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അതായത് അറ്റ്ലീസ്റ്റ് വൺ എലമെൻ്റ് എങ്കിലും എന്തായിരിക്കണം? 0 എലമെൻ്റ് അല്ല, കോഎഫിഷ്യൻ്റ് എന്തെങ്കിലും നോൺ സീറോ ആയിട്ട് വരണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണ്? S = V1 V2 etc VR, 0 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടല്ലേ. നമുക്ക് വേണ്ടത് 0യുടെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എഴുതുകയാണ്. 0 × V1 പ്ലസ് 0 × V2 പ്ലസ് എക്സെട്ര അപ് ടു 0 × VR പ്ലസ് 1 × 0 = 0 എന്ന് എഴുതാമല്ലോ. ഈ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന ആൾ 0 തന്നെയല്ലേ. പക്ഷെ ഞാനിവിടെ എഴുതിയിരിക്കുന്ന V1 V2 etc VR, 0 എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലേ. ആ ലീനിയർ കോമ്പിനേഷനിൽ ഇവിടെ V1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, V2ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, VRൻ്റെ കോഎഫിഷ്യൻറ്റും 0 ആണ്. പക്ഷേ ഇവിടെ 0ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ വന്നിരിക്കുന്നത്? 1 ആണ്. അതായത് നോൺ സീറോ
നോൺ സീറോ സ്കെലാർ ആണ് വന്നിരിക്കുന്നത്. സോ ഈ സെറ്റ്, അതായത് ഇങ്ങനെ നമ്മൾ സീറോയുടെ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ സീറോയ്ക്ക് ഇവിടെ നോൺ സീറോ എലമെൻറ്റ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ദ സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ സെറ്റ് ഞാനൊന്ന് പറയാം എങ്ങനെയാണ് അത് എഴുതണ്ടേന്ന്. ദ സെറ്റ് V1 V2 എക്സെട്ര VR, 0 ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് since the equation 0 V1 plus 0 V2 plus etc. up to 0 VR plus 1 into 0 equal to 0 expresses 0 as a linear combination of the vectors in S with a coefficient that are not all 0. ഓക്കെ, സീറോ അല്ലാത്ത കോയിഫിഷ്യൻറ്റ് വന്നു നമ്മൾ സീറോയുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോൾ. സോ ദ V1 V2 എക്സെട്ര VR, 0 ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് സീറോയാണ് അവിടെ പ്രശ്നക്കാരൻ. അപ്പോൾ സീറോ ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തെ എന്താ പറയുന്നത്? A set with exactly one vector is linearly independent if and only if that vector is not 0. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, സോറി. A set with, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. A set with exactly one vector is linearly independent if and only if that vector is not 0. if and only if ആണ്. അപ്പം നമുക്ക് രണ്ട് ഭാഗവും പ്രൂവ് ചെയ്യാനുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ കയ്യിൽ എന്ത് വേണം? എ സെറ്റ് വിത്ത് എക്സാക്ട്ലി വൺ വെക്റ്റർ വേണം അല്ലേ. അപ്പം നമ്മൾ എടുക്കുകയാണ് ലെറ്റ് എസ് ഈക്വൽ ടു V1 എന്ന് പറയുന്ന ഒരു എക്സാക്ട്ലി വൺ വെക്റ്ററുള്ള ഒരു സെറ്റ് എടുത്തു. ഓക്കെ, അത് നമ്മൾ ആദ്യത്തെ അസംഷൻ എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആ വെക്റ്റർ നോൺ സീറോ ആണ്. പിന്നെ നമ്മൾ എടുക്കണം ആ വെക്റ്റർ നോൺ സീറോ ആണ്, സോ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് എക്സാക്ട്ലി വൺ വെക്റ്റർ ഉള്ള ഒരു സെറ്റ് എടുത്തു നമ്മൾ. അത് നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് V1 ഈസ് നോൺ സീറോ. V1 എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് പറയണം. ഇത് ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുക? സിൻസ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ദർ ഈസ് എ സ്കെലാർ A1 such that A1 V1 equal to 0. അങ്ങനെയാണല്ലോ. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ A1 എന്തായിരിക്കണം? ശരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഈ A1 എന്തായിരിക്കണം? വിച്ച് ഇംപ്ലൈസ് A1 ഈക്വൽ ടു 0. അതായത് അപ്പം ഇവിടെ A1 V1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെക്റ്റർ ഇക്വേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ A1 എന്തായിരിക്കണം? 0 ആയിരിക്കണം. A1 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A1 V1 ഈക്വൽ ടു 0യിൽ A1 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? V1 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയാം അല്ലേ? ഇങ്ങനെ എഴുതിയാലും മതി. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലേ. അപ്പം ഇങ്ങനെ എഴുതാം. കൺസിഡർ ദ വെക്റ്റർ ഇക്വേഷൻ. നമ്മളിതിൻ്റെ സീറോയുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. വെക്റ്റർ ഇക്വേഷൻ A1 V1 ഈക്വൽ ടു 0. സിൻസ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഹിയർ A1 ഈക്വൽ ടു 0. ഓക്കെ, A1 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? V1 നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ A1 എന്തായാലും 0 ആയേ മതിയാവുള്ളൂ. സോ V1 എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? V1 0 ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എന്താ? V1 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് കോൺട്രഡിക്ഷൻ വരില്ലേ അവിടെ? ഇനി V1 നോട്ട് ഈക്വൽ ടു 0. ഇഫ് V1 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? V1 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? V1 0 ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? 0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. V1 ഈക്വൽ ടു 0 ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. പക്ഷെ അത് ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. എന്തിനാ കോൺട്രഡിക്ഷൻ ആയത്? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. സോ അപ്പോൾ എന്താവാനേ സാധ്യതയുള്ളൂ? V1 നോട്ട് ഈക്വൽ ടു 0 ആയേ മതിയാവുള്ളൂ.
ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യാം. അതായത് വെക്റ്റർ നോൺ സീറോ ആണ്, എസ്സിലെ വെക്റ്റർ നോൺ സീറോ ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുക്കണം. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, തിരിച്ചുള്ളത് നോക്കാം. ഈ പാർട്ട് ഓക്കെ, നമ്മുടെ കയ്യിൽ എസ് എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. നമുക്ക് അറിയുന്ന അസ്യൂം v1 ഈസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്യണം? സീറോയുടെ വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോഎഫിഷ്യൻ്റ് 0 ആണെന്ന് പറയണം. നമ്മൾ വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക യൂസിങ് ദ എലമെൻറ്റ്സ് ഓഫ് v1. അപ്പോൾ a1 v1 ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഇനി ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും a1 ഈക്വൽ ടു 0 എന്ന്. എന്തുകൊണ്ടാണ്? രണ്ട് നമ്പേഴ്സിൻ്റെ, ഒരു സ്കെലാറും ഒരു വെക്ടറിൻ്റെയും പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ സ്കെലാർ 0 ആവണം, അല്ലെങ്കിൽ അതിൻ്റെ വെക്ടർ 0 ആവണം, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ v1 എന്ന് പറയുന്ന എലമെൻറ്റ് 0 ആണോ? അല്ല. അപ്പോൾ എന്ത് 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ? a1 0 ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ a1 ഈക്വൽ ടു 0. ഇതല്ലേ ബൈ ദ ഡെഫിനേഷൻ ഓഫ് നമ്മൾ പഠിച്ച എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുക എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ അല്ലേ ഇത്? അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് the set S equal to v1 is linearly independent. ഓക്കെ, ഇനി മൂന്നാമത്തത് നോക്കാം. A set with exactly two vectors is linearly independent if and only if neither vector is a scalar multiple of the other. ഒന്ന് എഴുതാം. മൂന്നാമത്തെ ഇതാണ്. A set with exactly two vectors is linearly independent if and only if neither vector is a scalar multiple of the other. അതായത് ഒരു സെറ്റ് എക്സാക്ട്ലി വിത്ത് ടു വെക്ടേഴ്സ്, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒരു വെക്ടർ മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് പകരം നമുക്ക് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്താൽ പോരെ നോക്കാം. എ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്ടേഴ്സ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ വെക്ടർ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. അതായത് ഒരു സെറ്റ്, അതിൽ രണ്ട് എലമെൻറ്റ്സ്, ആ രണ്ട് എലമെൻറ്റ്സ് എല്ലാം ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എപ്പോൾ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ വെക്ടർ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. ഒരു വെക്ടർ മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ എന്താണ്, തൊട്ട് മുമ്പ് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അപ്പം ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്താ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സെറ്റ് വിത്ത് എക്സാക്ട്ലി ടു വെക്ടേഴ്സ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ലെറ്റ് എസ് ഈക്വൽ ടു v1 v2 എന്നെടുത്തു. ഇനി അസ്യൂം എസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുമ്പം അതിൽ ഏതോ ഒരു കോഎഫിഷ്യൻ്റ് എങ്കിലും 0 അല്ലാതെ ഉണ്ടാവണം, അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുകയാണ്, കൺസിഡർ a1 v1 പ്ലസ് a2 v2 ഈക്വൽ ടു 0 ഇംപ്ലൈസ്, ഇവിടെ നമ്മൾ which implies a1 is not equal to 0. ഓക്കെ, ഇവിടെ a1 0 അല്ല എന്ന് ഞാൻ എടുത്തു. ഓക്കെ, a1 0 അല്ല, അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ 0യുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതുന്ന സമയത്ത് a1 എന്ന് പറയുന്ന ഇതെങ്കിലും നമുക്ക് തിരിച്ചെഴുതാം, അല്ലേ? അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് a1 ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് ആദ്യം നമ്മൾ എടുത്തു. എന്നിട്ട് a1 v1 പ്ലസ് a2 v2 ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഓക്കെ, ഒരു നോൺ സീറോ എലമെൻറ്റ്, ഒരു നോൺ സീറോ കോഎഫിഷ്യൻ്റ് ഉണ്ട് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിലാണ് എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് a1 v1 ഈക്വൽ ടു മൈനസ് a2 v2 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി a1 ഇതിനെനിക്ക് v1 ഈക്വൽ ടു 1/a1 ഇൻറ്റു മൈനസ് a2 v2 എന്ന് എഴുതാവോ? ഇത് ഡിഫൈൻഡ് ആണ് ഇവിടെ. കാരണം എന്താ?
സിൻസ് a1 നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് 1/a1 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ 1/a1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ എനിക്ക് v1 എങ്ങനെ എഴുതാൻ പറ്റും? v1 ഈക്വൽ ടു -a2/a1 v2 എന്ന് കിട്ടും. ഈ -a2/a1 ഞാനൊരു k എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ v1 ഈക്വൽ ടു എന്താണെന്ന് കിട്ടുക? v1 ഈക്വൽ ടു k v2 എന്ന് കിട്ടും. അതായത് v1 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് v2 എന്നല്ലേ കിട്ടിയത്? നോക്കാം നിങ്ങൾ, v1 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് v2 അല്ലേ? v1 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ്, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ അസ്യൂം v1 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് v2. അങ്ങനെയെങ്കിൽ നമുക്ക് v1 ഈക്വൽ ടു എങ്ങനെ എഴുതാം? സം k ഇൻറ്റു v2 എന്ന് എഴുതാം അല്ലേ? Assume v1 is a scalar multiple of v2. Then v1 can be written as k into v2 എന്ന് എഴുതാം അല്ലേ? v1 is a scalar multiple of v2 എന്ന് എഴുതി കഴിഞ്ഞാൽ v1 equal to k v2 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് സീറോയുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് അതിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് നോൺ സീറോ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ കോയിഫിഷ്യൻ്റ് ഈസ് നോൺ സീറോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ സീറോയുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു, a1 v1 പ്ലസ് a2 v2 ഈക്വൽ ടു 0. അങ്ങനെ എനിക്ക് v1 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? k v2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ? a1 k v2 പ്ലസ് a2 v2 ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ a1 k പ്ലസ് a2 v2, അതായത് v2യുടെ കോയിഫിഷ്യൻസിനെ ഒരുമിച്ച് എഴുതി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഇത് രണ്ടും, അതായത് ഒരു സ്കെലാർ ഇൻറ്റു ഒരു വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ v2 അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സാക്ട്ലി 2 വെക്ടേഴ്സ് ആണ്, v2 0 ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഇവിടെ a1 k പ്ലസ് k2, ഇത് v2 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ v2 ആണ് 0 എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം എന്ത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി അതല്ലാത്ത കേസിൽ a1 k പ്ലസ് a2 ആണ് 0 എങ്കിലോ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? k ഇസ് ഈക്വൽ ടു -a2/a1 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? a1 നോട്ട് ഈക്വൽ ടു 0 ആയേ മതിയാവുള്ളൂ അല്ലേ? a1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കുക, a1 v1 പ്ലസ് a2 v2 ഈക്വൽ ടു 0യിൽ എന്തേ പോസിബിലിറ്റി ഉള്ളൂ? a1 നോട്ട് ഈക്വൽ ടു 0 ആയേ മതിയാവുള്ളൂ. സോ നമുക്ക് പറയാം ദ സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എപ്പോഴാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയത്? എപ്പോഴാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയത്? ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ പറയാനുള്ള 3 തിയറംസ്. ഇതിൻ്റെ ഒരു പ്രൂഫ് അതിലുണ്ട്, 2 പ്രൂഫില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക, ഈസി ആയിട്ടുള്ള പ്രൂഫാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാനുള്ളത്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ നമുക്ക് ഈ തിയറം വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഒരു എക്സാമ്പിൾ പറയാം. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് ഞാൻ പറയുന്ന എക്സാമ്പിൾ. അതായത് ഞാൻ ഒന്നാമത്തെ ഫംഗ്ഷൻ f1 ഈക്വൽ ടു എക്സ് എന്നെടുത്തു. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ f2 ഈക്വൽ ടു സൈൻ എക്സ് എന്നെടുത്തു. ഈ ഫംഗ്ഷൻസ് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലീനിയർലി എക്സാക്ട്ലി 2 വെക്ടേഴ്സ് ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഒന്ന് മറ്റൊന്നിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആവണം. നമുക്കറിയാം എക്സും സൈൻ എക്സും 2 രീതിയിലുള്ള ഫംഗ്ഷനാണ് അല്ലേ? എക്സ് ഒരിക്കലും സൈൻ എക്സിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആവുമോ? ഇല്ല, സൈൻ എക്സ് തിരിച്ചു ആവില്ല. അതുകൊണ്ട് തന്നെ f1 f2 എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? ഈ 2 ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് വെക്ടേഴ്സ് ആയിരിക്കും. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം f1 ആൻഡ് f2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് വെക്ടേഴ്സ് in the vector space f of -infinity to infinity. Okay, എന്തുകൊണ്ടാ? Since neither function is a scalar multiple of the other. Neither function is a scalar multiple of the other. ഇനി വേറൊരു ഫംഗ്ഷൻ പറയാം ഞാൻ. g1 ഈക്വൽ ടു സൈൻ 2x, അതുപോലെ തന്നെ g2 ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ്. ഈ ഫംഗ്ഷൻ നോക്കുക നിങ്ങൾ. ഈ ഫംഗ്ഷനെ കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ?
സൈൻ 2x g2 ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ്. ഈ g1 നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ g2 നോക്കുക നിങ്ങൾ, സൈൻ എക്സ് കോസ് എക്സ്. അതായത് g2 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് g1 ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് g2 ആണല്ലേ. അപ്പോൾ ഈ ഫങ്ഷൻസ് എന്താ? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് പറയാം g1 ആൻഡ് g2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. കാരണം എന്താ? ബിക്കോസ് വൺ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് അതർ. വൺ ഈസ് എ സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് അതർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശരി.